നമസ്കാരം. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അമൂല്യമായ സ്വത്ത് ശേഖരം കടത്തുന്നതിനെതിരായ നിയമയുദ്ധത്തിൽ ഉടനീളം വാദികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ടി.കെ. അനന്ത പത്മനാഭനാണ്. നമസ്കാരം. ആദ്യം രണ്ട് ഭക്തർ, പത്മനാഭൻ എന്ന് പറയുന്ന ഒരാളും ഒപ്പം തന്നെ വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരാളും ആദ്യം തന്നെ അമ്പലത്തിലെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തരുത്, നിലവറകൾ തുറക്കാൻ രാജകുടുംബത്തിന് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയിരുന്നു. അത് കഴിഞ്ഞൊരു നിർണായക ഘട്ടത്തിൽ ഈ സ്വത്തുക്കൾ തിട്ടപ്പെടുത്തണമെന്നും ഒപ്പം തന്നെ അമ്പലം സർക്കാർ ഏറ്റെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ കയറി ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത് നമ്മളൊക്കെ വലിയ സ്വാമി എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ താങ്കളുടെ കസേരയിൽ അദ്ദേഹമാണ് ഇരിക്കുക. തീർച്ചയായും അദ്ദേഹം ഈ കേസിൽ വഹിച്ച ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് താങ്കൾ എന്ത് പറയും? 2009 സുന്ദരരാജൻ സർ ആദ്യമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 2007 നമ്മൾ ഈ കല്ലറകൾ തുറക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അന്നൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്താണ് 2007 രണ്ട് ഭക്തന്മാർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സബ് കോടതിയിൽ ഒരു ഹർജി ഫയലാക്കിയിട്ടുണ്ടായിരുന്നു. 18/12/2007 ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സബ് കോടതി SS വാസൻ ജഡ്ജ് അദ്ദേഹം ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു വിധി പുറപ്പെടുകയുണ്ടായി. എന്നാൽ അത് ആരും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം. ആ വിധി നിലനിൽക്കുകയാണ് 2009 വലിയ സ്വാമി നമ്മൾ വിളിക്കുന്ന അദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് ഓഫ് കോ വാറന്റോ എന്ന് പറഞ്ഞൊരു റിട്ട് സമർപ്പിക്കുന്നു. ആ റിട്ടിലാണ് 29/1/2011 വാസൻ ജഡ്ജിയുടെ അതേ വിധി തന്നെ ഹൈക്കോടതി വേറൊരു രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി രേഖകളും പരിശോധിച്ച് നിയമം വളരെ വ്യക്തമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയാണ് ആ വിധി പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം സർക്കാർ ഏറ്റെടുക്കണം എന്നല്ലായിരുന്നു. ഗുരുവായൂർ മാതൃകയിലും തിരുപ്പതി മാതൃകയിലും ഒരു ഭരണ സംവിധാനം, അതായിരുന്നു ഉദ്ദേശിച്ചത്. ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം. ഇത് രണ്ടുമായിരുന്നു ആദ്യം മുതൽ തന്നെ എല്ലാവരുടെയും ആവശ്യം. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കേസ് നടക്കുമ്പോൾ ഇത് മുഴുവൻ മാധ്യമങ്ങളിൽ വിവാദമായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒക്കെ കൊട്ടാരത്തിന് വേണ്ടി അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞുകൊണ്ട്, ഭക്തന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞിരുന്നത്, ഇതിൽ അഭിപ്രായം പറയുന്ന പലരും ക്ഷേത്രവിശ്വാസികളല്ല, ക്ഷേത്ര ആചാരങ്ങളെ മാനിക്കുന്നവരല്ല, അവിശ്വാസികൾ പോലുമാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ കേസ് തുടക്കം കുറിച്ച വലിയ സ്വാമി അദ്ദേഹം വിശ്വാസിയായിരുന്നു, ഭക്തനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏത് തരത്തിലുള്ള വിശ്വാസിയായിരുന്നു, ഏത് തരത്തിലുള്ള ഭക്തനായിരുന്നു? അദ്ദേഹത്തിന്റെ അനന്തരവൻ, തങ്ങളുടെ മാമനാണ്, അദ്ദേഹത്തിന്റെ അനന്തരവൻ എന്ന നിലയ്ക്ക് കൂടി നിന്നുകൊണ്ട് എന്തു പറയും? വിശ്വാസി എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ മതിയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം വെളുപ്പിന്റെ 2:30 മണി മുതൽ രാത്രി 9 മണി വരെ ശ്രീപത്മനാഭനെ ധ്യാനിച്ച് വീട്ടിലെ തേവാരവും പൂജയൊക്കെ നടത്തി ഒരു നേരം ഭക്ഷണം മാത്രം കഴിച്ച് ഭഗവാനെ സ്മരിച്ച് ധ്യാനിച്ച് മരിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വരെ വളരെ മോശമായ രീതിയിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മരണം വരയ്ക്കും ചിത്രീകരിച്ചത്. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഇന്ന് എന്ത് മറുപടി പറയാനുണ്ടാവും? ഭഗവാന്റെ സ്വത്ത് കട്ടിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഫ്രോഡാണെന്ന് വിളിച്ചവരെ എനിക്കറിയാം. ഞാൻ പത്രത്തിലും മാധ്യമങ്ങളൊക്കെ വന്നതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണെന്ന് പറഞ്ഞു. രാജകുടുംബം ഒന്നും തന്നെ കട്ടിട്ടില്ല എന്നും അമ്പലത്തിൽ ഒന്നും മോഷണം പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ ഇന്ന് അതിനെന്ത് ഉത്തരം പറയും എന്ന് മാത്രം എനിക്ക് ചോദിക്കാൻ. ഇതിൻ്റെ ഇടയിലൊക്കെ ഉയർന്നു കേട്ടൊരു വാദം, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലായാലും നിങ്ങൾ വാദികൾ കോടതിക്ക് മുമ്പിൽ വെക്കുന്ന വിശദാംശങ്ങളിലായാലും വക്കീൽ എന്ന നിലയ്ക്ക് താങ്കളൊക്കെ ഉന്നയിക്കുന്ന വാദങ്ങളിലായാലും ഉള്ളത് അതിശയോക്തിപരമായ കഥകളാണ്, കൽപ്പിത കഥകളാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ നിലവറകളിലെ സ്വർണവും രത്നവും അതുപോലുള്ള ആന്റിക് വസ്തുക്കളും ഒക്കെ കയ്യോടെ വാരിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വൻ കൊള്ള നടന്നിട്ടുണ്ടോ? നടന്ന കളവ് എത്രമാത്രം വ്യാപ്തിയുള്ളതാണ്? അതോ എന്തൊക്കെയോ നക്കാപ്പിച്ച ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി എന്ന മട്ടിൽ ചെറിയ തരത്തിലുള്ള കൊള്ളകൾ മാത്രം, അത് ശരിയാണെന്നല്ല, ചെറിയ തരത്തിലുള്ള കളവ് മാത്രമാണോ നടന്നിട്ടുള്ളത്? 2007 മുതൽ തന്നെ ക്ഷേത്രത്തിൽ ധാരാളം അമൂല്യ രത്നങ്ങളും വസ്തുക്കളും ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, രേഖകൾ നോക്കി പറഞ്ഞതാണ്. എന്നാൽ ഇതൊന്നും ആദ്യം കൊട്ടാരം പറഞ്ഞിരുന്നത് ഇതൊക്കെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നും പ്രൈവറ്റ് ട്രഷേഴ്സ് ആണെന്നും ഇതിൽ അവർക്കല്ലാണ്ട് മറ്റാർക്കും അവകാശമില്ല എന്നാണ് പറഞ്ഞിരുന്നത്.
നമ്മളുടെ കണ്ടൻഷൻ ആദ്യം മുതൽ തന്നെ ഇത് പബ്ലിക് ടെമ്പിൾ ആണെന്നും ഇവിടുത്തെ ട്രഷേഴ്സ് എല്ലാം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ സൂക്ഷിക്കണം എന്നായിരുന്നു. ഒരുപക്ഷെ എൻ്റെ കൂടെ സപ്പോർട്ടിന് അങ്ങേ പോലെയല്ല അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം 2011 സമയത്തൊക്കെ ശ്രീ ചന്ദ്രശേഖർ അദ്ദേഹം മാത്രമാണ് എന്നോട് ഓപ്പണായിട്ട് ഇതിന് സപ്പോർട്ട് പറഞ്ഞ 1-2 വ്യക്തികൾ, മാധ്യമപ്രവർത്തകർ ഒരാളങ്ങാണ്. അങ്ങോട്ട് എനിക്ക് വളരെ അധികം കടപ്പാടുണ്ട്. ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ഞങ്ങൾ കോടതിയിൽ പറഞ്ഞ സ്വത്തുക്കൾ ഒന്നും തന്നെ വളരെ ഒരു 10% അല്ല, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ ആവുന്നു. 2014 മാർച്ച് 2-ാം തീയതി അമൈക്കസ് ക്യൂറി ട്രിവാൻഡ്രത്ത് വരികയും 35 ദിവസം രാവ് മുതൽ രാത്രി വരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തങ്ങി ഓരോ കാര്യങ്ങളും നേരിട്ട് വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഞാൻ പറയുമ്പോഴോ എൻ്റെ കക്ഷികൾ പറയുമ്പോൾ ഇതെല്ലാം അതിശയോക്തി എന്ന് പറയാം. സുപ്രീം കോടതി നിയോഗിച്ച അമൈക്കസ് ക്യൂറി കോടതിയിലും ക്ഷേത്രത്തിലും പറഞ്ഞ കാര്യങ്ങൾ അതിശയോക്തി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് വാക്കുകളില്ല. അത് കാരണം ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലും ഇനിയും ധാരാളം ട്രഷേഴ്സ് ഉണ്ട്, ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി കൊള്ള നടത്തിയവരെ കുറിച്ച്, ഇത് ഈ അമ്പലത്തിലൊക്കെ അഷ്ടിക്ക് വകയില്ലാതെ വന്നു നിൽക്കുന്ന സാധാരണക്കാരായ ജീവനക്കാരോ വന്നു പോകുന്ന ആളുകളോ എന്തെങ്കിലും ജോലികൾക്കൊക്കെ വേണ്ടി തൽക്കാലം വന്നു പോകുന്ന ആളുകളോ ഒക്കെ നടത്തിയ ചെറുകിട കൊള്ളകളാണോ, അതോ വൻ ആസൂത്രണവും വൻ ഉപജാപവും പുറകിലുള്ള വമ്പൻ തോക്കുകൾക്ക് പങ്കാളിത്തമുള്ള തരത്തിലുള്ള വൻ കൊള്ള തന്നെയാണോ? ആരൊക്കെയാണ് പത്മനാഭന്റെ ശത്രുക്കൾ, ക്ഷേത്രത്തിന്റെ ശത്രുക്കൾ, കൊള്ളയടിക്കാർ? ആ ഒരു ചോദ്യത്തിന് വ്യക്തമായി ഒരാളുടെ പേര് പറയുന്നത് ശരിയല്ല. കോടതിയിലായതുകൊണ്ട്, കോടതിയിൽ കേസ് ഉള്ളത് കൊണ്ട് പറയുന്നത് ശരിയല്ല. വ്യക്തമായിട്ട് അറിയാമെങ്കിൽ തന്നെയും അത് പറയുന്നത് കോടതിയിൽ മാറ്റർ പെൻഡിങ് ഉള്ളതുകൊണ്ട് ശരിയല്ല. പക്ഷെ ഒരു കാര്യം വളരെ സത്യമാണ്, ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കോടതിയിൽ അമൈക്കസ് ക്യൂറി റിപ്പോർട്ടിനും വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കൊള്ള സംഘം തന്നെ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏത് കാലം മുതലാണ് കൊള്ള ആരംഭിച്ചത് എന്നെങ്കിലും താങ്കൾക്ക് പറയാൻ കഴിയും? അവസാനത്തെ മഹാരാജാവ് ഹിസ് ഹൈനസ് ചിത്ര തിരുനാൾ മഹാരാജാവ് ഉള്ളവരയ്ക്കും ക്ഷേത്രത്തിൽ നിന്നും കൊള്ളയുണ്ടെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. കാര്യം അദ്ദേഹം തികഞ്ഞ ശ്രീപത്മനാഭ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഊണിലും ഉറക്കത്തിലും ശ്രീപത്മനാഭൻ മാത്രമായിരുന്നു. 91 അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ക്ഷേത്രഭരണം സുതാര്യമല്ല, പലതും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതും അതിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിലെ വലിയ കാരണവരായി, സ്ഥാനിയായി, രാജസ്ഥാനിയായി സ്ഥാനമേറ്റതിന് ശേഷം എന്നാണ് താങ്കൾ പറയുന്ന കാലം? തീർച്ചയായിട്ടും 91 ശേഷം ആരാണോ ആ സ്ഥാനത്തുണ്ടായിരുന്നത് അവരെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ രേഖകൾ ഒക്കെ കൃത്യമായി വെരിഫൈ ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നിലവറയിലുള്ള വസ്തുക്കൾക്കൊക്കെ ഒരു ഇൻവെന്ററി തയ്യാറാവുകയും ഒക്കെ ചെയ്ത് ഇത്തരത്തിലുള്ളൊരു നീതി നടപ്പാവുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്? 100%. കാര്യം ഓണറബിൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാർ, ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതിയിൽ ഇവരുടെ കയ്യിൽ ഇൻവെന്ററി, ക്ഷേത്രം ഭരണാധികാരികളുടെ കയ്യിൽ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെ കുറിച്ച് ഇൻവെന്ററി ഉണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ച് ഇൻവെന്ററികൾ കോടതിയിൽ ഹാജരാക്കാൻ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എന്നാൽ ഇവർ ഹാജരാക്കിയ രേഖകൾ പലതും തന്നെ കളവായ രേഖകളാണെന്നും പലതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ആ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവറയിലെ ഇരിക്കുന്ന വസ്തുക്കളുടെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ അത് കണ്ടെഴുതി വെച്ച കൃത്യമായ രേഖ എന്നാണ് അർത്ഥം. അതെ, അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇനി അതിന്റെ അതേ രൂപത്തിൽ തന്നെ പുറത്തു വരുമെന്നും അന്ന് എന്തൊക്കെ ഈ നിലവറകളിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുമെന്നും അത് പബ്ലിസൈസ് ചെയ്യപ്പെടും എന്നും ഒക്കെ നമുക്ക് ഇപ്പോൾ കരുതാൻ കഴിയുമോ? ആ ഇൻവെന്ററി ഇനി തിരിച്ചു വരാൻ കഴിയില്ലാത്ത വിധം ഈ ഉപജാപക സംഘം നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതലുള്ളത്? നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമൈക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത്. അതൊന്നും കാണാനില്ല എന്നും വിശ്വാസയോഗ്യമല്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓണറബിൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാർ വ്യക്തമായിട്ട് ആ വിധിയിൽ എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഈ കേസ് പറഞ്ഞവർ ഒരു തരത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നല്ലേ? താങ്കളുടെ വലിയ സ്വാമി ആദ്യഘട്ടത്തിൽ വിജയം നേടിയ ഉടനെ പറഞ്ഞത് എൻ്റെ ജീവിതം അർത്ഥപൂർണമായി,
പത്മനാഭന്റെ സ്വത്ത് തിരിച്ച് നിലവറകളിലേക്ക് എത്തുക എന്നതായിരുന്നു എൻ്റെ മിഷൻ. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വത്ത് എണ്ണാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഈ ആദിമ ഇൻവെന്ററി കണ്ടെത്തപ്പെടുന്നില്ലെങ്കിൽ എത്രയാണ് ഉണ്ടായിരുന്നത് എന്ന സ്വത്തിന് ഒരു കണക്കുമില്ലാതെ വരികയും അതിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യില്ലേ? വല്ലവരുടെയൊക്കെ വരുമാനത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് മാത്രം തിരിച്ചെടുക്കുന്ന തരത്തിലൊക്കെയല്ലേ എത്താൻ വഴിയുള്ളൂ. തോൽക്കുകയല്ലേ നിങ്ങൾ? താങ്കൾ പറഞ്ഞതിലൊരു ചെറിയ വ്യത്യാസം. ക്ഷേത്രത്തിലെ കല്ലറയിൽ ധാരാളം രത്നങ്ങളും അമൂല്യ രത്നങ്ങളും ഉണ്ടെന്ന് ആദ്യം 2007 പറയുന്നത്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞവരാണ് നമ്മൾ കണ്ട മെജോറിറ്റി ആൾക്കാർ. 2011 സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ് ഈ കല്ലറകൾ ആദ്യമായിട്ട് പബ്ലിക് എന്നൊരാൾ സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റി തുറക്കുന്നത്. അതുവരെയ്ക്കും തുറന്നിട്ടില്ല. പബ്ലിക്കിന് എന്തുണ്ടെന്ന് പോലും അറിയില്ല. ഇപ്പൊ ഒരു പക്ഷേ അന്ന് തുറക്കുമ്പോൾ ഇതിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഹർജിക്കാരുടെയും വക്കീലിന്റെ അവസ്ഥ എന്തായിരുന്നു? അന്ന് തുറന്ന് ലക്ഷോപലക്ഷം വിലമതിക്കാനാവാത്ത രത്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണല്ലോ ഇതെല്ലാം സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഒരു സ്ഥലത്ത് ഒരു കാര്യം സൂക്ഷിച്ചിരുന്നു എന്ന് പറയണമെങ്കിൽ ആ സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ രേഖ വേണം എന്നുള്ളത് ബേസിക് മര്യാദയല്ലേ? അപ്പൊ ഇത് ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹർജിക്കാർക്കാണോ അല്ല വക്കീലിനാണോ? ഞങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു വ്യക്തി, ഒരു അഡ്മിനിസ്ട്രേഷൻ പറയണമെങ്കിൽ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാണ്. അവർ വേണം കൊണ്ടുവരാൻ. അവരതിൽ പരാജയപ്പെട്ടു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഇല്ല എന്നുള്ളതല്ലേ അർത്ഥം. ഇപ്പൊ ചെയ്യാന്നുള്ളത് ഉള്ള രേഖകളെങ്കിലും ഇനി മോഷണം പോകാണ്ട് ഉള്ള ആഭരണങ്ങളും ഉള്ള രേഖകളും ഉള്ള അമൂല്യ രത്നങ്ങളും ഇനിയെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വെച്ച് സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഒരു വലിയ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ സ്വാമി ചിത്തിര തിരുനാളിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. ശരിയാണോ? ശരിയാണ്. ചിത്തിര തിരുനാൾ അന്ത്യകാലത്ത് കേട്ടിട്ടുള്ള ഒരു കെട്ടുകേഴ്വിയാണ്. അന്ത്യകാലത്ത് ഈ ക്ഷേത്രത്തിലെ നിലവറകളുടെ താക്കോൽ മരണക്കിടക്കയിൽ വെച്ച് അനന്തരാവകാശികൾക്ക് കൈമാറാതെ കൊണ്ടുപോയി ബോംബെയിൽ ലോക്കറിൽ വെച്ചിരുന്നു. അദ്ദേഹം പിന്നാലെ അത് കയ്യേൽക്കേണ്ടവരെ കുറിച്ച് എന്തോ സംശയത്തിലാണ് എന്ന മട്ടിൽ പെരുമാറിയിരുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണ്? വലിയ സ്വാമിയോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ല. കാര്യം വലിയ സ്വാമി ഇപ്പൊ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ആളില്ലാത്തത് കാരണം കറക്റ്റ് ആണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. രണ്ട് സംഗതികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, വലിയ സ്വാമി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അതെ. അദ്ദേഹം അന്ത്യകാലത്ത് ഈ താക്കോൽ ലോക്കറിൽ വെച്ചിരിക്കുന്നു എന്ന് പോലും വലിയ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാനാവുന്നില്ല. അദ്ദേഹം രണ്ടുപേരും മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാലത്തിന് ശേഷം ഈ സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ ഇടയുണ്ട്. ഇത് സ്വാമി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം വലിയ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത ഇല്ലേ? അങ്ങനെ ഊഹിക്കേണ്ടത് നമ്മൾ തള്ളിക്കളയുന്നില്ല. ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. സത്യത്തിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒരു പരമഭക്തൻ എന്ന നിലയ്ക്ക് ചിത്തിര തിരുനാൾ കാത്തു സൂക്ഷിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് അത് നഷ്ടപ്പെടുന്നതിനെതിരെ പോരാടി എന്ന മട്ടിൽ കൂടി വലിയ സ്വാമിയുടെ നിയമയുദ്ധത്തെ നമുക്ക് കാണാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കണം, മനസ്സ് മടുത്തിട്ടായിരിക്കണം അദ്ദേഹം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ക്ഷേത്ര ഭരണാധികാരികളോട് പലപ്പോഴുമായിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെല്ലാം പരാജയപ്പെട്ടപ്പോഴായിരിക്കണം കോടതിയിൽ ആശ്രയം പ്രാപിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു ബ്രാഹ്മണരാണ്, കോട്ടയ്ക്കകത്ത് തന്നെ കഴിയുന്നവരാണ്, അഗ്രഹാരത്തിൽ കഴിയുന്നവരാണ്, ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്ത് കഴിയുന്നവരാണ്, കടുത്ത ക്ഷേത്ര വിശ്വാസികളാണ്, വളരെ നിഷ്ഠയോടുകൂടി ക്ഷേത്രത്തിൽ കഴിയുന്ന ആളാണ്. വലിയ സ്വാമി 3 തവണ കുളിക്കുകയും 1 തവണ മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭക്തനായിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള, നമ്മുടെ കാലത്ത് കാണാൻ കിട്ടാത്ത ഭക്തനായിരുന്നു. നിങ്ങൾ രാജകൊട്ടാരത്തിനെതിരെ, അമ്പലത്തിനെതിരെ, ദൈവത്തിനെതിരെ എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കലാപവുമായി രംഗത്തിറങ്ങുമ്പോൾ വീട്ടിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു? സംഘർഷം ഉണ്ടായിരുന്നോ വലിയ സ്വാമിക്ക്? വീട്ടിലുള്ള താങ്കളുടെ പിതാവുണ്ട്, മാതാവുണ്ട്, താങ്കളുണ്ട്, ഇവർക്കൊക്കെ ഈ സ്ഥലത്ത് തന്നെ ഈ കടുത്ത യാഥാസ്ഥികർക്കിടയിൽ ജീവിച്ചുകൊണ്ട് ഇങ്ങനൊരു യുദ്ധത്തിനിറങ്ങുമ്പോൾ ഉള്ള സംഘർഷമുണ്ടായിരുന്നു? ആദ്യമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുള്ള ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ഒന്നാമതായി, ക്ഷേത്രത്തിനെതിരെ അല്ല കേസ്.
കൊട്ടാരത്തിനെതിരെ എല്ലാ കേസ്, വസ്തുക്കൾക്കെതിരെ എല്ലാ കേസ്. ഇത് 2007 മുതൽ നാളെ ഇതുവരെ കേസിലെ ആവശ്യം ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് വകകൾ സംരക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ്. അതിനെ വ്യാഖ്യാനിച്ചത് ക്ഷേത്രത്തിനെതിരെ, അങ്ങ് പറഞ്ഞ മാതിരി കൊട്ടാരത്തിനെതിരെ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചു എന്നൊക്കെയാണ് എല്ലാവരും നാളെ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള. അത് മാത്രമേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ള സ്വത്ത് വകകൾ സുരക്ഷിതമായി കല്ലറകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായി ഭദ്രമായി വെക്കണം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഒരു കാര്യം അതിൻ്റെ കൂടെ ആവശ്യപ്പെട്ടത് അക്കൗണ്ടബിലിറ്റി വേണം, ട്രാൻസ്പെറൻസി വരണം. ഭഗവാന്റെ സ്വത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാനുള്ള അവകാശം, റൈറ്റ് ഏതൊരു ഭക്തനുള്ളതാണ്. ഭക്തന്മാർ മാത്രമല്ല, ഏതൊരു പബ്ലിക്കിനും അതിൻ്റെ റൈറ്റ് ഉണ്ട്. കാര്യം ക്ഷേത്ര സ്വത്ത് ക്ഷേത്രത്തിൽ ഉണ്ടാവണം. അത് ആർക്കും കട്ടുകൊണ്ടുപോകാൻ ഒരു അധികാരവും ഇല്ല എന്ന് അന്നും ഇന്നും എന്നും പറയാൻ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവത്തിനെതിരെയാണ് നിയമയുദ്ധം എന്നല്ലേ ഇവിടുത്തെ സമൂഹം വ്യാഖ്യാനിച്ചത്, തിരുവനന്തപുരത്തെ സമൂഹം വ്യാഖ്യാനിച്ചത്. ഇത് നിലവറ തുറന്ന് എണ്ണാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ സ്വാമി മരിച്ചുപോയപ്പോൾ അത് ദൈവശാപം കൊണ്ടാണ് എന്ന് പറഞ്ഞവർ നിങ്ങളുടെ അയൽവക്കങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ? അയൽവക്കം മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. തിരുവനന്തപുരത്ത് 99% ആൾക്കാരും അങ്ങേപ്പോലുള്ള കുറെ മാധ്യമ പ്രവർത്തകർ ഒഴിച്ചാൽ ബാക്കി 99% ആൾക്കാരും പറഞ്ഞത് ദൈവകോപമാണ്, ഇവർ ക്ഷേത്രത്തിനെതിരാണ്, ഇവരെ ആരോ ഒരാൾ ഇവിടെ ധർണ നടത്തിയപ്പോൾ പറഞ്ഞു കേട്ടു, ഇവരെ തിരുവനന്തപുരത്ത് നിന്ന് നാട് കടത്തണം, തമിഴ്നാട്ടിലേക്ക് അയക്കണം, ഇവരുടെ ഈ പ്രൊവിഷൻ സ്റ്റോറിലും കടകളിലും ഇവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇവർക്ക് അരി പോലും കൊടുക്കരുത്, ഇവരെ നാട് കടത്തണം. എനിക്ക് മനസ്സിലാത്തൊരു ചോദ്യം, 47 സ്വാതന്ത്ര്യം കിട്ടി, 56 കേരള സംസ്ഥാനം വന്നു, ഇനിയും ഇവിടുത്തെ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് ഇനിയും മനസ്സിലായില്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്? നാട് കടത്തുക, ഭക്ഷണം കൊടുക്കുക, അരി മേടിക്കാൻ കൊടുക്കരുത് എന്നൊക്കെ പറയാൻ ഇത്രയ്ക്കും അജ്ഞതയുള്ള ആൾക്കാരാണോ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. ഊരുവിലക്കാൻ ശ്രമമുണ്ടായി. അതെ, ഊരുവിലക്കെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ പോസിബിൾ ആണോ? ചിലപ്പോൾ തോന്നിപ്പോ ഇപ്പോഴും രാജഭരണത്തിലാണോ? അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്, തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇപ്പോഴും രാജഭരണത്തിന്റെ കീഴിലാണോ എന്ന് സംശയം. ഈ കേസ് പറഞ്ഞ വക്കീൽ എന്ന നിലയ്ക്ക് താങ്കളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നാളത്തെ ക്ഷേത്രം അതെങ്ങനെയായിരിക്കും? ആദ്യമായിട്ട് ക്ഷേത്രഭരണം സുതാര്യമാവും. അക്കൗണ്ടിങ് 100% കമ്പ്യൂട്ടറൈസ്ഡ് ആയി ഏതൊരു ഭക്തനും ഏതൊരു മെമ്പർ ഓഫ് പബ്ലിക്കും ഇവിടുത്തെ കളക്ഷൻ എത്ര, ഇവിടുത്തെ എക്സ്പെൻസ് എത്ര, ഇവിടുത്തെ ബാലൻസ് എത്ര എന്ന് ചോദിച്ചാൽ ഫിംഗർ ടിപ്പിൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം ക്ഷേത്രം. 3, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഭഗവാന്റെ പ്രസാദമല്ലാതെ പുറമേ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന പ്രസാദം കൊടുക്കുന്നത് വെർച്വലി ചീറ്റിംഗ്, കച്ചവടം അതൊരു ചതിയാണ്, ഭക്തന്മാരോട് കാണിക്കുന്ന നെറികേടാണ്. അത് മാറ്റി ക്ഷേത്രത്തിൽ തന്നെ എല്ലാ വരുന്ന ഭക്തന്മാർക്കും ഭഗവാനെ നന്നായി ദർശനം ചെയ്ത് സന്തോഷത്തോടുകൂടി മടങ്ങി ഭഗവാന്റെ പ്രസാദം സേവിച്ചു പോകാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. അത് കാരണം ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക്, പുറമേയുള്ള വരുന്ന ഭക്തന്മാർക്ക്, തിരുവനന്തപുരം നിവാസികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഭംഗിയായിട്ടൊരു നല്ല പേരുണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഇപ്പോഴും ഉറച്ച വിശ്വാസം. കേസ് എവിടെ എങ്ങനെ അവസാനിക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? കേസ് തുടങ്ങിയപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിൽ എത്തുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ സ്റ്റേജ് വരെ എത്തി. ഒന്നും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് ഈ സ്റ്റേജ് വരെ എത്തിയത് തന്നെ. ഇനിയും ശ്രീപത്മനാഭൻ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കുമെന്ന് 100% ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഈ അഭിമുഖം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം കാലത്തിനും ചരിത്രത്തിനും പോലും സാധിക്കും എന്ന് വിചാരിക്കാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരം ഭരണാധികാരത്തിന് പുറത്താകുമെന്ന് ആരും കരുതിയിട്ടില്ല. അത് പ്രസ്ഥാനങ്ങൾക്ക് പറ്റും എന്ന് കരുതിയതല്ല, അത് മറ്റേതെങ്കിലും ഏജൻസികൾക്ക് പറ്റും എന്ന് കരുതിയതല്ല. അതാണ് നിങ്ങൾ കുറച്ചു പേർ വളരെ വിശ്വാസത്തോടു കൂടി നിലയുറപ്പിച്ച് നേടിയത്. അതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറയുന്നു. ഇനിയും ഇത് യുക്തിപൂർവമായി നീതിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് അതിൽ പറയാനുണ്ട്. ആരെയും ഭരണസമിതിയിൽ നിന്ന് പുറത്താക്കണമെന്നോ ഒരു വ്യക്തികളെ അതിൽ പ്രതിഷ്ഠിക്കണമോ എന്നോ ആഗ്രഹിച്ച വ്യക്തിയല്ല ഞാൻ. എനിക്ക് ഇപ്പോഴും ഞാൻ പറയാണ്, ആര് എന്നുള്ളത് അപ്രസക്തമാണ്. സുതാര്യത, ഭഗവാന്റെ കാര്യത്തിൽ ട്രാൻസ്പെറൻസി 99.99% അല്ല 100% ഉണ്ടാവണം. അത് രാജകുടുംബം അംഗങ്ങളായാലും ശരി, ജില്ലാ ജഡ്ജി ആയാലും ശരി, വേറൊരു
അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് വന്നാലും ശരി, പബ്ലിക് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, ട്രൂത്ത്ഫുൾനെസ്, ഇത് ഡെഡിക്കേറ്റഡ് ടു ദ ലോഡ്, ഇത് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി ആവശ്യമുള്ളതാണ്. അത് ആരായാലും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് 100% അങ്ങേക്കും എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുന്നു. എനിക്ക് ആദ്യമായിട്ട് അങ്ങയോട് സംസാരിക്കാൻ, ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ചന്ദ്രശേഖർ സാറിന് ഞാൻ പ്രത്യേകം ഇതിൽ നന്ദി പറഞ്ഞുകൊള്ളു. വളരെയധികം